ഹലോ മുത്തുമണികളെ, നമ്മളെവിടെ പോകുന്നറിയാമോ? നമ്മളെവിടെ പോകുന്നു? പിന്നെ ദിമ്മുവിൻ്റെ സ്കൂളിൽ. ദിമ്മുവിൻ്റെ സ്കൂളിലല്ല, ചിക്കുവിൻ്റെ സ്കൂളിൽ. ചിക്കുവിൻ്റെ സ്കൂളിൽ നമ്മൾ പോകുന്നു. സദ്യ ഉണ്ട്. സദ്യ നമ്മൾ കഴിക്കില്ല, നമ്മൾ നോക്കാൻ പോവും. ഹായ് പറ. ഹായ്, ബൈ ബൈ. വണ്ടി എടുക്കാം. നടക്കാൻ പറ്റൂല, ഇത്രയും ദൂരം നടക്കാനാ? നീ ചാവി ഇടണ്ട. രണ്ട് കുട്ടികളെ കൊണ്ടുപോകണ്ട. ഇത് എൻ്റെ ഹൗവേന മുതൽ ഇപ്പോൾ എൻ്റെ ആച്ചിൽ കുട്ടനെ പഠിപ്പിക്കുന്ന ഹിന്ദി ടീച്ചറാണ്. എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ടീച്ചർ എന്ന് പറയുന്നത് എൻ്റെ മക്കളെ ആരെയും പഠിപ്പിച്ചിട്ടില്ല, പക്ഷെ ഭയങ്കര സൗഹൃദമുള്ള ഒരു ടീച്ചറാണ്. അപ്പോൾ വോയിസ് കൊടുത്തിട്ട് അവിടെ ഭയങ്കര ബഹളമായതുകൊണ്ട് കേൾക്കുന്നില്ല. താങ്ക് യു, വളരെ നന്ദി വന്നതിൽ, ആശംസകൾ അറിയിച്ചതിൽ. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ ഇതുവരെ പിന്നെ എന്തോന്നാണ് നടന്നത്? തിരുവാതിര നടക്കാൻ പോവുകയാണ്. കൈമാറ്റോ ക്യാമറ റെഡി ആവണേ. ഓക്കേ, 1 2 3. അതിൻ്റെ ഇടയിൽ ആച്ചിലിക്കുട്ടനെ അവൻ കണ്ടതേ ഉള്ളൂ. അതിൻ്റെ ഒരു സന്തോഷ പ്രകടനങ്ങളാണ് ഈ കാണുന്നത്. ഇത് ടീച്ചേഴ്സിൻ്റെ തിരുവാതിരയാണ്. പക്ഷെ ടീച്ചേഴ്സിൻ്റെ തിരുവാതിരയാണെങ്കിൽ നമ്മൾ യൂട്യൂബ് ചാനലിൽ നമ്മൾ സിനിമാ പാട്ടുകൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കോപ്പിറൈറ്റ് കിട്ടുമായതുകൊണ്ട് ഞാൻ ഇതിടുന്നില്ല. പക്ഷേ ഇവിടെ എനിക്കൊരു കാര്യം പറയാനുണ്ട്, എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കാര്യം. ഈ ഫസ്റ്റ് നിൽക്കുന്ന ടീച്ചർ എന്ന് പറയുന്നത് രമ്യ ടീച്ചറാണ്. എൻ്റെ 5 മക്കളുടെയും ക്ലാസ് ടീച്ചറായിട്ട് ഉണ്ടായിരുന്ന ടീച്ചറാണ്. നമ്മൾ ഒരമ്മയുടെ വയറ്റിൽ ജനിച്ചാൽ മാത്രമേ സഹോദരങ്ങളാവൂ എന്നൊന്നുമില്ല. എനിക്ക് ഭയങ്കരമായ സാഹോദര്യ ബന്ധം ഫീൽ ചെയ്തിട്ടുള്ള ഒരു ടീച്ചർ കൂടിയാണ് നമ്മുടെ രമ്യ ടീച്ചർ എന്ന് പറയുന്ന ടീച്ചർ. അതിൽ എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു കാര്യം ഉണ്ട് ഈ ടീച്ചറിൻ്റെ കാര്യം പറയുന്ന സമയത്ത്. അതായത് എൻ്റെ ഹസ്ബൻഡ് ഹോസ്പിറ്റലിൽ ആയ സമയത്ത് എൻ്റെ മക്കളെല്ലാവരും ഒറ്റപ്പെട്ടു പോയ ഒരു സമയമാണ്. ആ ഒരു സമയത്ത് എൻ്റെ മൂത്ത 2 കുട്ടികൾ സ്കൂളിൽ പോകാതെ എൻ്റെ ഇളയ കുട്ടികളെ സ്കൂളിൽ വിടാൻ വേണ്ടിയിട്ട് അവർ നിന്നിട്ടുണ്ട്. അപ്പം എൻ്റെ ഇളയ കുട്ടികളുടെ സ്കൂൾ മുടങ്ങിയിട്ടില്ല. അപ്പോൾ ആ ഒരു സമയത്ത് ഏറ്റവും താമസിച്ച് പോകുന്ന കുട്ടികളെന്ന് പറയുന്നത് എൻ്റെ ഇളയ ആച്ചിൽക്കുട്ടനും ചിക്കുട്ടിയും ദിമ്മുമാണ് ആ സ്കൂളിൽ ഏറ്റവും താമസിച്ച് പോകുന്ന കുട്ടികൾ. അപ്പോൾ ഈ ടീച്ചറിന് എൻ്റെ മക്കളോടൊന്നല്ല എല്ലാ കുട്ടികളുടെ അടുത്തും ഭയങ്കര സ്നേഹമാണ്. പക്ഷേ എൻ്റെ കുട്ടികൾ എന്നുള്ള ഒരു രീതിയിൽ ആ സ്കൂളിൽ ഏറ്റവും കൂടുതൽ മക്കളുള്ളത് എനിക്കാണ്. പിന്നെ എപ്പോഴും ആ സ്കൂളിലേക്ക് കയറി പോകുന്നതും മക്കളെക്കുറിച്ച് ചോദിക്കുകയും ചെയ്യുന്ന ഒരു പാരൻറ്റ് ഞാനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടീച്ചർ ചിക്കു താമസിച്ച് പോകുന്നത് കൊണ്ട് ചിക്കുവിൻ്റെ അടുത്ത് ചോദിച്ചാൽ എന്ത് പറ്റി മോളെ, നീ എന്നും താമസിച്ച് വരുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പം ചിക്കു പറഞ്ഞു എൻ്റെ വാപ്പ ഹോസ്പിറ്റലിലാണ് ടീച്ചറെ, എൻ്റെ ഉമ്മച്ചിയും ഇല്ല എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ടീച്ചർ വിചാരിച്ചു എന്തോ പനിയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിലായതാണ് എന്ന് വിചാരിച്ച്. 2 ദിവസം കഴിഞ്ഞിട്ട് ചിക്കുവിൻ്റെ അടുത്ത് ചോദിച്ചാൽ എന്ത് പറ്റി, വാപ്പ വന്നോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ചിക്കു പറഞ്ഞ് എൻ്റെ വാപ്പ മിണ്ടുന്നുമില്ല, കണ്ണ് തുറക്കുന്നുമില്ല ടീച്ചറെ എന്ന് പറഞ്ഞിട്ട് എൻ്റെ മോള് കരഞ്ഞത്രേ. അപ്പോൾ അപ്പോഴാണ് ടീച്ചറിന് ആ ഒരു സീരിയസ്നെസ് മനസ്സിലായത്. അന്ന് തന്നെ അപ്പോഴേ തന്നെ ടീച്ചർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്ത് പറ്റി രാജേശ്വരി, പിന്നെ മോളിങ്ങനെ പറയുന്നുണ്ടല്ലോ എന്ത് പറ്റി എന്ന് പറഞ്ഞിട്ട്. ഞാനങ്ങ് ഭയങ്കര ഇമോഷണലായിട്ട് ഞാൻ പറഞ്ഞു, ടീച്ചറെ എൻ്റെ മക്കളെല്ലാം ഒറ്റപ്പെട്ടു പോയി ടീച്ചറെ, എൻ്റെ വീട്ടിൽ എൻ്റെ മക്കൾ മാത്രമായി പോയി ടീച്ചറെ എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഞാൻ കരഞ്ഞു. അന്ന് മുതൽ ഞാൻ വീട്ടിലെത്തുന്നത് വരെ എൻ്റെ മോളുടെ എല്ലാ കാര്യങ്ങളും നോക്കിയ ഒരു ടീച്ചറാണ് ആ ടീച്ചർ. ഇന്നും എന്തൊരു പരിപാടി ഉണ്ടെങ്കിലും ആ ടീച്ചർ എൻ്റെ മോളെ ചേർക്കും. സാമ്പത്തികപരമായിട്ടാണെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങൂല, ടീച്ചർ എന്നെ അങ്ങോട്ട് പൈസ ഇടും.
അപ്പോൾ ഇത് ഞാനിപ്പോൾ പറയാനുള്ള റീസൺ, ഒരു ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരമ്മ കൂടിയാണ് എന്നുള്ളതിൻ്റെ വലിയ ഉദാഹരണമാണ് ഞങ്ങളുടെ രമ്യ ടീച്ചർ. ഇവിടെ വന്ന് നിൽക്കരുത്. അയ്യോ, ആദ്യമായിട്ട് ഉറിയടിക്കാൻ പോകുന്നത് ഈ ഞാൻ തന്നെ. കേട്ടോ? വേണോ? ആർക്ക് പാടണം? എന്റെ പാട്ട് കേൾക്കണോ? കേൾക്കണോ? കാക്കേ കാക്കേ കൂടെ ഇവിടെ കൂടിനകത്തൊരു കുഞ്ഞുണ്ട്. കുഞ്ഞിനെ നിന്നെ കൊടുക്കാൻ ഞാൻ കുഞ്ഞു കിടന്ന് ചിരിക്കൂലേ? അല്ലേ? അറിയോ? ആ ശരി. ഉറി വന്ന് മതി. പറ്റല്ല, കമ്പയെ നിർത്താൻ പറ്റില്ല. ബാക്കിലോട്ട് നിന്നില്ല. ആ പേര് വിളിക്കുന്നവർ മാത്രം പോയി കുപ്പി വെള്ളം നിറച്ചാൽ. പേര് ഇത് എൻ്റെ ചിക്കുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അസ്ന. ത്തിന്റെ ഭാഗമായിട്ടുള്ള പരിപാടി പകുതിയായിട്ടുള്ളൂ. ഇനി ബാക്കി മത്സരം ഉച്ചയ്ക്ക് ശേഷം നടക്കും. അപ്പൊ അതുകൊണ്ട് ഇനി അടുത്ത് കുഞ്ഞുമക്കള് സദ്യ കഴിക്കാൻ വേണ്ടി പോകും. നമ്മുടെയൊക്കെ ചെറുപ്പകാലം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് സ്കൂളിൽ ഇതുപോലെ ആഘോഷ പരിപാടികളൊന്നുമില്ല. സ്കൂളിലുള്ളതെന്ന് പറയുന്നത് പാട്ട്, ഡാൻസ്, ശാസ്ത്രീയ സംഗീതം, ശാസ്ത്രീയമായ ഡാൻസുകൾ, ഇതൊക്കെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമില്ലെങ്കിലും ഓഡിറ്റോറിയത്തിൻ്റെ അകത്ത്, അതായത് 4 ചുവരുകൾക്കുള്ളിൽ ടീച്ചേഴ്സ് ഇങ്ങനെ അടക്കിയിരുത്തും. അവിടെ ഇരുന്നിട്ട് നമ്മൾ മിണ്ടാതെ ശബ്ദം ഉണ്ടാക്കാതെ അതെല്ലാം നമ്മളിരുന്ന് കാണണം. അത് വിരസത ഉണ്ടെങ്കിൽ നമ്മളിരുന്ന് കാണണം, ആസ്വാദനം ഉണ്ടെങ്കിൽ നമ്മളിരുന്ന് കാണണം. അപ്പോൾ ഈ ശാസ്ത്രീയ സംഗീതം, ശാസ്ത്രീയമായ ഡാൻസ്, കുച്ചിപ്പൊടി, ഭരതനാട്യം, ഇതിലൊന്നും നമുക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണൂലല്ലോ. എന്നാലും ഇരുന്നിങ്ങനെ കാണും, ഭയങ്കര ചൂടത്ത് അങ്ങനെ ഇരുന്ന് കാണും. പക്ഷെ നമ്മളെ മക്കളുടെയൊക്കെ ഒരു സമയം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് ഇൻഡോർ അല്ലല്ലോ, ഔട്ട്ഡോർ ഗെയിംസ്, ഔട്ട്ഡോർ ഡാൻസ് ഒക്കെയാണ് അവരുടെ ഒരു പിന്നെ സന്തോഷവും. ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ശരിക്കും നമുക്ക് നമ്മളെ ബാല്യകാലം എന്ന് പറയുന്നത് മിസ് ചെയ്യും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ബാല്യകാലം ഭയങ്കര ആസ്വാദനമുള്ള ഒരു ബാല്യകാലം എന്നൊന്നും പറയാൻ വേണ്ടിയിട്ടൊന്നും പറ്റൂല കേട്ടോ. ഭയങ്കര വിഷമതകളും വേദനകളും ഒക്കെ ഉള്ള ഒരു കാലമാണ്. നിരാശയും ഒക്കെ ഉള്ള ഒരു വിഷാദരോഗവും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ബാല്യകൗമാര കാലമൊക്കെയാണ് എൻ്റേത് എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ എൻ്റെ ബാല്യകാലവും എൻ്റെ കൗമാരകാലവും ഒക്കെ തിരിച്ചു പിടിച്ചിട്ടുണ്ട് എൻ്റെ മക്കളിലൂടെ.
ഒരു മക്കളല്ലല്ലോ, എൻ്റെ എല്ലാ മക്കളിലൂടെയും ഞാൻ എൻ്റെ ആ ഒരു സന്തോഷം ഇന്നും എൻ്റെ ബാല്യകാലം ആസ്വദിക്കുന്ന ഒരു സംവിധാനമാണ്. എൻ്റെ മക്കളുടെ ഈ ഒരു സന്തോഷമൊക്കെ കാണുമ്പോൾ ശരിക്കും ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുന്നു, അതുപോലെ എൻ്റെ മക്കളുടെ സന്തോഷം പോലും എന്നെ ഭയങ്കരമായിട്ട് സന്തോഷിപ്പിക്കുന്നു എന്നുള്ളതാണ് പച്ചയായ പരമ സത്യം എന്ന് പറയുന്നത്. അപ്പം ഞാനത് തന്നെ എൻ്റെ മക്കളടുത്തും എപ്പോഴും പറയുന്ന ഒരു കാര്യം, നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യുക, നമുക്ക് സന്തോഷമുള്ള സ്ഥലങ്ങളിൽ നിൽക്കുക. സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ മനുഷ്യരെല്ലാവരും ജീവിക്കുന്നത് എന്തിനാണ്? സന്തോഷമായി ഇരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ നമുക്ക് ഏതൊരു അവസ്ഥയാണോ സന്തോഷം തരുന്നത് അതിലായിരിക്കണം നമ്മുടെ ശ്രദ്ധ എപ്പോഴും കേന്ദ്രീകരിക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയും. ഇവിടെ ഈ ഒരു പരിപാടി പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് പിന്നെ ആ സ്കൂളിലുള്ള കുട്ടികളെല്ലാം അത്രയും സന്തോഷിച്ചു. എൻ്റെ ആച്ചുപ്പനാണ്. ആച്ചുപ്പൻ ഇങ്ങനെ ശ്രീകൃഷ്ണനും ഗോപികമാരും പോലെ കുറേ പെൺപിള്ളേരും ആച്ചുപ്പനും മാത്രം ഇങ്ങനെ ഉമ്മാതിരി ആട്ടവും ഡാൻസും പാട്ടും എല്ലാം കഴിഞ്ഞ് വീടെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അവന് സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലും ബഹളം. ഇന്ന് രാവിലെ വരെയും ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. എനിക്ക് സ്കൂളിൽ പോകണം, എനിക്ക് ഡാൻസ് കളിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചിലായിരുന്നു. അങ്ങനെ കുറേ നേരമൊക്കെ കഴിഞ്ഞ് കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് തന്നെ സദ്യ ഉണ്ടായിരുന്നേ. നമ്മൾ ഇന്ന് സദ്യ കഴിക്കാനൊന്നും നിന്നില്ല, പള്ളിയുടെ സമയമായി പോയി. ഇന്ന് സദ്യ കഴിക്കാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ സമയമാകുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പള്ളിയുടെ അടുത്തുള്ള ഹോട്ടലിൽ വന്ന് ഇവരെല്ലാവരും അദ്ദേഹവും ആച്ചിലുവും ആദവും ബിരിയാണിയും കഴിച്ച് ഞാൻ ചോറും കഴിച്ച് അവർ പിന്നെ പള്ളിയിലും പോയി. ഞാൻ വീട്ടിലും വീട്ടിൽ വന്നത് മാത്രമേ ഉള്ളൂ. എനിക്ക് ഭയങ്കര ക്ഷീണം തോന്നി. ഞാൻ പിന്നെ അങ്ങ് കിടന്ന് ഉറങ്ങി കേട്ടോ. അപ്പോൾ ഇതാണ് ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു. ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള, പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും ഭയങ്കര സന്തോഷമായിരുന്നു. ആച്ചുപ്പു ആണെങ്കിൽ ഇങ്ങനെ വെയിലത്ത് കിടന്നിങ്ങനെ ആടി തിമിർത്ത് ആകെ ഭയങ്കര അവശനായി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ വന്ന ഉടനെ തന്നെ ചെന്ന് കിടന്നങ്ങ് ഉറങ്ങി.